നിന്റെ ഹൃദയം പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഈ ദിവസങ്ങളിൽ വേറെ ഒരു സാക്ഷ്യം ഉണ്ടായി. ആ സാക്ഷ്യത്തിൽ ദൈവത്തിൻ്റെ ഭാഗങ്ങളെല്ലാം കറക്റ്റാണ്, മനുഷ്യൻ്റെ ഭാഗങ്ങൾ കറക്റ്റല്ല. നമ്മളിപ്പോൾ പറഞ്ഞ വചനവുമായിട്ട് ഞാൻ ഇനി പറയാൻ പോകുന്ന സാക്ഷ്യങ്ങളെ നിങ്ങൾ കൂട്ടിവെക്കുമ്പോൾ ഞാൻ എന്താ ഉദ്ദേശിച്ചതെന്ന് നിങ്ങൾക്ക് മനസ്സിലാകും. സാക്ഷ്യം പറഞ്ഞിരിക്കുന്ന പള്ളിക്കരയിൽ നിന്ന്, എറണാകുളം പള്ളിക്കരയിൽ നിന്ന് ലക്ഷ്മിയാണ് സാക്ഷ്യം പറഞ്ഞിരിക്കുന്നത്. സാക്ഷ്യം ഇതാണ്: 26 വർഷമായിട്ട് അവർ പൊതുമേഖലാ സ്ഥാപനത്തിൽ വർക്ക് ചെയ്യാണ്. ഗാർഡനർ പൂന്തോട്ടക്കാരായിട്ട് വർക്ക് ചെയ്യാണ് ഗവൺമെൻറ് സ്ഥാപനത്തിൽ. അപ്പോൾ അവർ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് 12 കൊല്ലമായിട്ട് അവരുടെ അപ്പനും അമ്മയും തളർവാദം പിടിപെട്ട് വീട്ടിൽ കിടക്കുകയാണ്. 12 കൊല്ലമായിട്ട് അപ്പനും അമ്മയും തളർവാദം പിടിപെട്ട് വീട്ടിൽ കിടക്കുക. അപ്പോൾ അവരെ നോക്കാൻ ആരും ഇല്ല. അമ്മയും കൂടെ തറവാദം വന്ന് വീണ് അപ്പനും അമ്മയും വീണ സ്ഥിതിക്ക് അപ്പം തന്നെ ആങ്ങളെയും ഭാര്യ അവിടെ നിന്ന് സ്കൂട്ടായി. അവിടെ തന്നെ അവരപ്പം പുറംപാതിലൂടെ വെരിയും ചാടി അവർ പോയി. കാര്യം അവർക്ക് ഇവിടെ ഉണ്ട്, അവരുടെ ജീവിതം പോകും. അപ്പനും അങ്ങനെ നോക്കി കഴിഞ്ഞാലേ അവരുടെ ജീവിതം പോകും. അതുകൊണ്ട് അവർ നാത്തും ഭാര്യയും മകനെയും വിളിച്ചുകൊണ്ട് സ്ഥലം വിട്ട്. പിന്നെ എന്ത് ചെയ്യും? അപ്പനും അമ്മയും ഇവരുടെ തലയിലായി. അതിനകത്ത് അവർക്ക് സങ്കടമൊന്നുമില്ല. പക്ഷേ സങ്കടമുള്ളത് വെച്ച് കഴിഞ്ഞാൽ അവിടെ ജോലി ഈ അപ്പനെയും അമ്മയും നോക്കി നിന്നത് കാരണം ജോലി സമയത്തും കാലത്തും ജോലിക്ക് പോയില്ല. പൂന്തോട്ടത്തിൽ കളകളൊക്കെ വളർന്ന് പൂക്കളൊന്നും വിടരണില്ല. ഗവൺമെൻറ് ഇവരെ പുറത്താക്കി, ജോലി പോയി. രണ്ടാഴ്ച കാശാറ്റ് വരാൻ കണ്ട അപ്പനും അമ്മയും വീണു. അത് അവരെ നോക്കാൻ വേണ്ടി നിന്നപ്പോൾ ആങ്ങൾ ചാടിപ്പോയി ഭാര്യയുമായിട്ട്. പിന്നെന്താ സംഭവിച്ചത്? അങ്ങനെ പോയാലും ഞാൻ കുറ്റം പറയത്തില്ല. എന്താ കാര്യം? ആ സിറ്റുവേഷനിൽ അയാൾക്ക് ജീവിക്കാൻ പറ്റുന്നത് ആർക്ക് ജീവിക്കാൻ പറ്റുന്നേ പറയത്തുള്ളൂ. അത് അവരുടെ കാര്യം. എന്നാലും ഞാൻ അവർ പറഞ്ഞത് കൊണ്ട് പറയണതാ. അപ്പോൾ ഇവർ അപ്പനും അമ്മയും നോക്കാൻ വേണ്ടി നിൽക്കുകയാണ്. ഇവർക്ക് വേലയുമില്ല, പണിയുമില്ല. ഉള്ളത് കൊണ്ടൊക്കെ ഇങ്ങനെ ഉരുട്ടി കൊണ്ടുപോവുകയാണ് കുടുംബം. എന്തൊരു കഷ്ടപ്പാടാന്ന് നോക്കിയേ. അതിനിടയ്ക്ക് വേറൊരു സംഭവം ഉണ്ടായി. ഇവിടെ ചേടത്തിനെ കല്യാണം കഴിച്ച വീട്ടിൽ വണ്ടി ഇടിച്ച് ചേടത്തിയും ഭർത്താവും മരിച്ചു. അവർക്ക് 3 കുഞ്ഞുങ്ങളുണ്ട്. ആ 3 കുഞ്ഞുങ്ങൾ കൂടി ഇവിടെ വന്ന് നിൽക്കുകയാണ് ഇപ്പോൾ. അപ്പോൾ ഈ ഒരു ചേടത്തിയുടെ തലയിൽ തളർന്ന് കിടക്കുന്ന അപ്പനും അമ്മയും ചേടത്തിയുടെ 3 കുഞ്ഞുങ്ങളും ഇവരും ഉണ്ട്. എങ്ങനെ ജീവിക്കുക ഈ ഒരവസ്ഥ? ഈ ലോകത്ത് ഉടമ്പടി ഇല്ലെങ്കിൽ ഇങ്ങനെയുള്ള ആൾക്കാരൊക്കെ ആത്മഹത്യ ചെയ്യേണ്ടി വരും. തമസല്ല, അവരുടെ മുമ്പിൽ വേറെ വഴിയില്ല. അവർ വന്ന് അമ്മയോട് പറഞ്ഞ് കാലക്കെട്ടി വീണ് ഉടമ്പടി എടുത്തപ്പോൾ അമ്മ ആ വിഷയം ഏറ്റെടുത്ത്. ഈ വിഷയം എങ്ങനെ ഏറ്റെടുക്കും? ഇപ്പോൾ അവസ്ഥ കണ്ടില്ലേ? ഈ വിഷയം എങ്ങനെ ഏറ്റെടുക്കും എന്നൊന്ന് ചിന്തിച്ചേ. അമ്മ ആദ്യം ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ അമ്മയ്ക്കറിയാമല്ലോ എന്താ ചെയ്യേണ്ടതെന്ന്. ഈ ഒരു സിറ്റുവേഷൻ വന്നാൽ അപ്പയും ഭാര്യയും, അതായത് അപ്പനും അമ്മയും തറവാട് വീട്ടിൽ കിടക്കുന്നു. അതുപോലെ തന്നെ അവരുടെ ചേച്ചിയുടെ ഭർത്താവ് ഭാര്യ മരിക്കുന്നു. അവരുടെ മക്കളും വന്ന് ഇവിടെ നിൽക്കുന്നു. ഇങ്ങനെയുള്ള സിറ്റുവേഷനിൽ ഇവരെങ്ങനെ ചെയ്യാൻ പറ്റും? അമ്മ ആദ്യം ചെയ്ത കാര്യം എന്തറിയാമോ? ഉടമ്പടി എടുത്ത ഉടനെ എന്ത് ചെയ്ത് അവർക്ക് വെയിലും മഴയും കൊള്ളാത്തൊരു ജോലി കിട്ടിയെന്ന് അവർ പറയണത്. ഞാൻ ഗാർഡൻ ജോലി ചെയ്ത സമയത്ത് മഴയത്തും ജോലി ചെയ്യണ്ടേ? മഴയത്തും ജോലി ചെയ്യണം. അതുപോലെ തന്നെ വെയിലത്തും ജോലി ചെയ്യണം, ഗാർഡൻ ജോലി. അപ്പോൾ അവർക്ക് പ്രായമായി വരണമനുസരിച്ച് വെയിലും മഴയും കൊള്ളാൻ പറ്റാത്ത അവസ്ഥയായിപ്പോയി. നീരിറക്കമൊക്കെ ഉണ്ടാവും. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ അമ്മ എന്ത് ചെയ്ത് ആദ്യമേ വെയിലും മഴയും കൊള്ളാത്ത ജോലി ആ സ്ഥാപനത്തിൽ തന്നെ ഓഫീസിനകത്ത് കൊടുത്തെന്ന്. പ്രൈസ് ദി ലോർഡ്. അമ്മയ്ക്ക് ഇതെല്ലാം കഴിയും. ഇതെല്ലാം അമ്മയുടെ കസ്റ്റഡിയിലുള്ള സംഭവങ്ങളാണ്. നിങ്ങളൊന്നും മര്യാദക്ക് നിന്നാൽ മതി ദൈവത്തിൻ്റെ മുമ്പിൽ. നിങ്ങൾ ദൈവത്തെ പരീക്ഷിക്കാൻ നോക്കിയിട്ടാണ് കുഴപ്പം പറയണത്. നിങ്ങൾ ദൈവവുമായിട്ടുള്ള ബന്ധം പല ആൾക്കാർക്കും ഈ കിരിക്കുത്ത് കളിക്കാരുടെ ബന്ധമാണ്. നമ്മ 10 വെച്ച് എന്നിട്ട് നോക്കി നിൽക്കും, കട്ട ഒന്ന് പൊങ്ങാൻ നോക്കി നിൽക്കും. ഗിരിക്കുത്തുകാരുണ്ട് 10 ഡയമണ്ട് പൂവെന്നൊക്കെ പറയുമ്പോൾ കൊണ്ടേ വെക്കും, 10 രൂപ ഇടും. എന്നിട്ട് പാട്ട പൊക്കാൻ വേണ്ടി നോക്കി നിൽക്കും. അതും പോയെന്നും പറയും.
ഉടമ്പടിയിൽ അങ്ങനെ പലപ്പോഴും ഇങ്ങനെ കുറേ സംഭവം പോകും ചിലപ്പോൾ. ആദ്യമൊക്കെ നോക്കി മനസ്സിലാക്കണം. നിങ്ങൾക്ക് അത് നിങ്ങളുടെ വിഷയം നടക്കുന്നുണ്ടോ എന്നല്ല നോക്കേണ്ടത്, ദൈവത്തെ സ്നേഹിക്കാൻ പറ്റുന്നുണ്ടോ എന്നാണ് നോക്കേണ്ടത്. ദൈവത്തിന് അറിയാൻ പറ്റും വഴി. അതെ, ചൂണ്ടയിടുന്ന ആൾക്കാർ പോലെ പൊങ്ങ് താഴുന്നുണ്ടോ, മീൻ പിടിക്കുന്നുണ്ടോ, പൊങ്ങ് താഴുന്നുണ്ടോ എന്ന് പറഞ്ഞാൽ ചൂണ്ടക്കാരുടെ മനസ്സാണെങ്കിൽ ദൈവത്തെ ചൂണ്ടയിട്ട് പിടിക്കാൻ ഉടമ്പടി കൊണ്ട് പറ്റത്തില്ല. അപ്പോൾ അത് ആദ്യം ദൈവത്തെ നോക്കിക്കൊണ്ടാണ് വിഷയം ചെയ്യേണ്ടത്. ദൈവത്തിൻ്റെ മനസ്സിന് അനപേക്ഷണമായി നിങ്ങളുടെ മനസ്സ് ഉയർത്തി വളർത്തിക്കൊണ്ടുവരണം. ദൈവത്തിൻ്റെ മനസ്സിന് അനപേക്ഷണമായി മറ്റുള്ളവരെ സ്നേഹിച്ചും മറ്റുള്ളവരോട് ആഭിമുഖ്യം കാണിച്ചും അതുപോലെ തന്നെ നിങ്ങളുടെ കഷ്ടപ്പാടിനെക്കുറിച്ച് ചിന്തിക്കുന്നതിനേക്കാൾ ഉപരി ദൈവത്തെ പ്രതി മറ്റുള്ളവരുടെ കഷ്ടപ്പാടിനെക്കുറിച്ച് ചിന്തിച്ച് കഴിയുമ്പോഴൊക്കെ ദൈവത്തെ മനസ്സിലാകും നിങ്ങളുടെ ഹൃദയം ദൈവത്തിൻ്റെ വചനം എഴുതാൻ പറ്റിയ ഹൃദയമാണെന്ന് മനസ്സിലാകും. അങ്ങനെ വരുമ്പോൾ ദൈവം എഴുത്ത് ഉടമ്പടിയൊക്കെ ദൈവം തുടങ്ങണത്. അപ്പം അതുകൊണ്ട് ഇതിൻ്റെ അകത്തുള്ള കളികളെല്ലാം മനസ്സിലാക്കിയിരുന്ന എളുപ്പമാണ് സംഭവം. ദൈവത്തിന് ഇതൊക്കെ സെറ്റ് ചെയ്യാൻ നിസ്സാരമായ കാര്യമാണ്. അടുത്ത പടി എന്താ വന്നിരിക്കുന്നത്? അപ്പനെ അമ്മനെ അങ്ങോട്ട് വിളിച്ചു മാതാവ്. പ്രസംഗം തീർന്നു, ആ ചാപ്റ്റർ ക്ലോസ് ചെയ്ത്. പെട്ടെന്ന് ഇതെല്ലാം സംഭവിക്കണം. എല്ലാ വിഷയവും സെറ്റ് ചെയ്യാൻ ദൈവത്തിൻ്റെ മുമ്പിൽ പാക്കേജ് ഉണ്ട്, എല്ലാ വിഷയവും. അതായത് ഇപ്പം എന്ത് പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ശമ്പളവും കൂടി, അതുപോലെ ആ കുഞ്ഞുങ്ങളെ നോക്കാൻ പറ്റുന്നുണ്ട്. കുഞ്ഞുങ്ങളെ നോക്കണം, ഇവരുടെ തന്നെ നോക്കണമെന്നില്ല, മറ്റവരുടെ പൈസ ഇപ്പോൾ വരാൻ തുടങ്ങി. അപ്പോൾ അതുപോലെ തന്നെ ഈ ജീവിതം മുഴുവൻ നമ്മൾ നോക്കി നിൽക്കുമ്പോൾ പെട്ടെന്നൊരു സ്വപ്നം പോലെ അങ്ങ് സെറ്റായിരിക്കുകയാണ്. ശ്രുതികട ഹല്ലേലൂയ. ഇപ്പോഴൊരു പ്രശ്നമുണ്ട്. എന്താണ്? ദൈവത്തിൻ്റെ ഭാഗങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്, പക്ഷേ ലക്ഷ്മി ചേച്ചിയുടെ ഭാഗം ചെയ്തിട്ടില്ല. അവരിതിൻ്റെ ഉടമ്പടിയിൽ ഒരു കാര്യം പറഞ്ഞു. ഈ മരിച്ചുപോയ അപ്പനും മക്കൾക്ക് ലക്ഷ്മി ചേച്ചിക്ക് വേറെ അനിയത്തിമാരുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ അവരൊക്കിടയ്ക്ക് വരാറുണ്ട് ഇവിടെ. അപ്പോൾ അവർ പറയണത് അവർ കല്യാണത്തിന് വന്ന പോലെ വന്നു പോകുന്ന പറയണം. ഇപ്പോഴും അവരോട് നീരസമുണ്ട് ഇവർക്ക്. അതാ പ്രശ്നം. ആ ഉടമ്പടി സെറ്റായിട്ടില്ല. ദൈവം കാര്യങ്ങളെല്ലാം ചെയ്തെങ്കിൽ ലക്ഷ്മിയായിട്ട് തന്നെ ഇരിക്കണം ഇപ്പോഴും. പറഞ്ഞ മനസ്സിലായില്ലേ? അവിടെയാണ് പ്രശ്നം, അവിടെയാണ് ചികിത്സ വേണ്ടത്. ദൈവം അവിടെ ഹൃദയത്തിൽ എഴുതിയിട്ടില്ല, ദൈവസ്നേഹത്തിൻ്റെ എഴുതാൻ വേണ്ടി അവർ നിന്ന് കൊടുത്തില്ല. ആ പഴയ വെറുപ്പ്, കാര്യം അവർ കുറേ അനുഭവിച്ചതല്ലേ. അപ്പനും അമ്മയും വീണപ്പോൾ തന്നെ ആങ്ങളെയും ഭാര്യയും ചാടിപ്പോയി. ഇവർക്ക് അപ്പനും അമ്മക്കും വേറെ മക്കളുണ്ട്. അവരാരും ഇവിടെ കല്യാണത്തിൽ വന്നിട്ട് 2 ദിവസം നിന്നിട്ട് പോകുന്നില്ലേ? അതുപോലെ ആരാണ് പറഞ്ഞത് കല്യാണത്തിൽ വന്ന പോലെ വന്നു പോവുകയാണെന്ന്. എൻ്റെ മക്കളെ, ഇതൊക്കെ നിങ്ങളോട് കാണിച്ചതായിട്ട് നിങ്ങൾ തന്നെ അതിന് പരിഹാരം കാണാതെ അത് ദൈവത്തെ സ്നേഹിക്കാനുള്ള ദൈവം നൽകിയ അവസരമായിട്ട് എടുത്തുകൊണ്ട് നിങ്ങൾ തിരിച്ച് സ്നേഹിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ഹൃദയത്തെ ദൈവം ഉടമ്പടി എഴുതാൻ പറ്റിയ, ദൈവത്തെ നേരിട്ട് ഉടമ്പടി എഴുതാൻ പറ്റിയ മാംസളമായ അഭിഷേകമുള്ള ഹൃദയമായി മാറ്റാനുള്ള കൃപയ്ക്കായി പ്രാർത്ഥിക്കട്ടെ. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. എളിമയുള്ളവരേ, ഈശോയേ ഹൃദയം അമ്മീ ഹൃദയം പോലാക്കണമേ, ഹൃദയ ശാന്തതയും എളിമയുള്ളവരേ, ഈശോയേ ഹൃദയം അങ്ങീ ഹൃദയം പോലാക്കണമേ. ഹല്ലേലൂയ. 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 യേശുവേ നന്ദി. ഹല്ലേലൂയ. എൻ്റെ മക്കളെ, അതായത് നമ്മളിപ്പോൾ ഈ സാക്ഷ്യങ്ങൾ കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാകണത് ഇതിന് ഒരു ഇന്നത് നടക്കത്തില്ല എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. അനന്തമായ സാധ്യതയാണുള്ളത്. ഇപ്പോൾ തുഷാര എന്നും പറഞ്ഞൊരു മോള് ആലപ്പുഴക്കാരത്തിയാണ്, അമ്പലപ്പുഴക്കാരത്തിയാണ്. തുഷാരയുടെ സാക്ഷി കഴിഞ്ഞ ദിവസം ഉണ്ടായിരുന്നു. തുഷാര പിന്നെ രജീഷ്, അതാണ് ഭർത്താവിൻ്റെ പേര്. ഇവരുടെ പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് 20 വർഷമായിട്ട് മക്കളില്ല.
20 വർഷമായിട്ട് നമുക്കറിയാവില്ല, 20 വർഷമായിട്ട് മക്കളിലെ പിന്നെ മക്കളുണ്ടാവുക. ഒരുമാതിരിപ്പെട്ട ലോകത്തിലുള്ള എല്ലാ ചികിത്സയും അവർ ചെയ്ത് കാണും. 2 വർഷം 3 വർഷമല്ല, 20 വർഷമായിട്ട് അവർക്ക് മക്കളില്ല. അവസാനമാണ് ഇവർ കൃപാസന മാതാവിനെക്കുറിച്ച് കേൾക്കുന്നത്. ഈ ആലപ്പുഴയാണെങ്കിലേ ആൾക്കാർ അനുഗ്രഹമൊക്കെ വാങ്ങിച്ചുകൊണ്ട് പോകുന്നത് വേറെ രാജ്യക്കാരാണ്. ആലപ്പുഴക്കാർ ഉണർന്ന് വരണതേ ഉള്ളൂ. അപ്പോൾ തുഷാര മാതാവിൻ്റെ അടുത്ത് വന്നിട്ട് ഒരു കാര്യം, ഉടമ്പടി എടുത്തിട്ട് ഇവിടെ നിന്നിട്ടൊരു കാര്യം പറയും. 20 കൊല്ലമായി മക്കൾ ഉണ്ടാകത്തില്ലെന്ന് എനിക്കറിയാം, പക്ഷേ എനിക്ക് മക്കളെ വേണം, അല്ലെങ്കിൽ എൻ്റെ ജീവൻ എടുക്കണം, അല്ലെങ്കിൽ എനിക്ക് കൊച്ചിനെ തരണം. അമ്മയുടെ മുഖത്തൊക്കെ നേരിട്ട് പറയും. ഇതൊരു പ്രാർത്ഥനയാണ്. രണ്ടും കരുതിക്കുട്ടി വന്നിരിക്കുന്ന പോലെയാണ്. അതാണ് വിശ്വാസം എന്ന് പറയുന്നത്. ഉടമ്പടി എടുത്ത് കൊണ്ടുവന്ന് ഇവിടെ നിക്ഷേപിച്ചിട്ട് അമ്മയുടെ മുഖത്തോട്ട് നോക്കി തുഷാർ പറയും, 20 കൊല്ലമായി ഞാനൊരു കുഞ്ഞിന് വേണ്ടി കരഞ്ഞ് കിടക്കണം, അവസാനം നിൻ്റെ അടുത്ത് വന്നിരിക്കുകയാണ്, എനിക്ക് ഒന്നേ പറയാനുള്ളൂ. അതാണ് പറയേണ്ടത്, എനിക്ക് ഒന്നേ പറയാനുള്ളൂ, ഒന്നെങ്കിൽ എനിക്ക് മക്കളെ തന്നെ, അല്ലെങ്കിൽ എൻ്റെ ജീവൻ എടുക്കണം. ആ മാസം അവൾ പ്രഗ്നൻ്റ് ആകും. അതല്ല ഒരു രസം എന്താ വെച്ചാൽ, എന്താ പ്രശ്നം വെച്ചാൽ, പ്രഗ്നൻ്റായിട്ട് ദൈവം തന്നെ തന്നതാണിതെന്ന് പറയാൻ വേണ്ടി ഒരു ഗർഭപാത്രത്തിൽ 2 കുഞ്ഞുങ്ങളെ കൊടുക്കും, എന്നിട്ട് ഒരു പൊക്കിൾ കൊടി. അപ്പോൾ ഡോക്ടർ എപ്പോഴും പറയും ഇത് പോകും ഇത് പോകും ഇത് പോകും എന്ന് പറയും. അപ്പോൾ വിശ്വാസം കൊണ്ട് ഇവിടെ പറയും ഇത് മാതാവ് തന്നാണ് മാതാവ് തന്നാണ് മാതാവ് തന്നാണ്. കാര്യം 2 കുഞ്ഞുങ്ങൾക്ക് കൂടി ഒരു പൊക്കിൾ കൊടിയേ ഉള്ളൂ. ഒരു ഗർഭപാത്രത്തിൽ 2 കുഞ്ഞുങ്ങളൊക്കെയാണ്. പക്ഷെ അമ്മ തന്ന കാരണം എന്ത് ചെയ്ത് അമ്മയുടെ അവസാനം വരെ സംരക്ഷണം ആ 2 കുഞ്ഞിനെ കൊടുക്കും. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. ഇവരെപ്പോഴും ഈ അനുഗ്രഹം വാങ്ങിപ്പോകുന്നവരൊക്കെ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾക്ക് ഇനി ഒരു തട്ടുകേട് ഉണ്ടായിട്ട് തിരിച്ചു വരാൻ കാത്തിരിക്കരുത്. നിങ്ങൾ ആ ഉടമ്പടി ഏതെങ്കിലും ഒരു ഒക്കേഷൻ വരുമ്പോൾ ദൈവത്തിൻ്റെ അടുത്ത് വന്ന് എന്തെങ്കിലും ഉടായ്പ് കാണിച്ചിട്ട് കാര്യം നേടി പൊടിയും തട്ടിപ്പോണതല്ല, മറിച്ച് ദൈവ തിരുസന്നിധിയിൽ ജീവിക്കാൻ ദൈവം ആരാണെന്ന് നിനക്ക് മനസ്സിലാക്കി കഴിഞ്ഞു. അപ്പോൾ എന്ത് ചെയ്യണം? ദൈവത്തിൻ്റെ മനസ്സിനനുസരിച്ചുകൊണ്ട് ദൈവസ്നേഹത്തോടെയും സഹോദര സ്നേഹത്തോടെയും ജീവിച്ച് ദൈവത്തിൻ്റെ തിരുസന്നിധിയിൽ നീ ചെയ്ത ഉടമ്പടി സത്യമാണെന്ന് ദൈവത്തെ ബോധ്യപ്പെടുത്തി ജീവിക്കാൻ വേണ്ടി സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. പാലിക്കാനുള്ള കൃപ ഈ ആരാധനയിലൂടെ ഞങ്ങൾക്ക് വന്ന് ചങ്കെ കൊണ്ട് പറയേണ്ട പോലെ പറഞ്ഞെറിഞ്ഞ് കൊള്ളിച്ചിട്ട് അനുഗ്രഹം കൊണ്ട് പോകുന്നവരെ കണ്ടില്ലേ? അതാണ് പറച്ചിൽ. 20 കൊല്ലമായി ഞാൻ കുഞ്ഞുങ്ങളില്ലാതെ മരണവേദന അനുഭവിക്കുകയാണ്. എനിക്കൊന്നേ പറയാനുള്ളൂ. അതാ പറഞ്ഞത്, എനിക്ക് അമ്മയോട്, അതായത് ആ ജീവിക്കുന്ന ദൈവ സാന്നിധ്യത്തിനോട് ഇൻട്രാക്ട് ചെയ്യുന്ന രീതി കണ്ട വിശ്വാസിയുടെ എനിക്കൊന്നേ പറയാനുള്ളൂ, നീ എനിക്ക് കുഞ്ഞിനെ തരണം, അല്ലെങ്കിൽ എൻ്റെ ജീവൻ തിരിച്ചെടുക്കണമെന്ന്. അത് ദൈവത്തിൻ്റെ ചങ്കേക്കുള്ള കാര്യം. എന്താ കാര്യം? ആ പറയുന്നതിൻ്റെ ഒരു വെയിറ്റേജ് ഉണ്ട്, അതിനകത്തൊരു വിശ്വാസമുണ്ട്, വല്ലാത്ത വിശ്വാസം, അത് വല്ലാത്തൊരു പ്രത്യാശയുണ്ട്. ഒക്കെ ആയിരിക്കും, ഒത്താക്കൊള്ളാം, കിട്ടിയ കുട്ടി പോയ ചട്ടി എന്നൊക്കെ പറഞ്ഞ് വാദപ്പനിക്കാർ പ്രാർത്ഥിക്കണില്ലേ? അതുപോലെ അലപരാധി പ്രാർത്ഥനയല്ല, ഒറ്റടിൻ്റെ ആശയമാണ് സംഭവം. അത് ആ പ്രാർത്ഥനയുടെ വെയിറ്റേജാണ്. പക്ഷേ അത് എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഇതാണ്, ദൈവം നിങ്ങൾ വരുമ്പോൾ തന്നെ നിങ്ങളെ അളക്കാൻ തുടങ്ങും. കാര്യം ദൈവത്തിന് ജീവിതത്തിൽ കൂടെ വസിക്കാൻ പറ്റിയ ആൾക്കാരാണോ, കൈ കൊടുത്തുകൊണ്ട് കൂടെ ജീവിക്കാൻ പറ്റിയ ആൾക്കാരാണെന്ന് നോക്കും. അതായത് എന്താ പറയുക വെച്ചാൽ, നിങ്ങളുടെ സ്നേഹത്തിൻ്റെ സാധ്യതകളില്ലേ എന്നുണ്ടെങ്കിൽ ദൈവത്തിന് നിങ്ങളുടെ കൂടെ ഇരിക്കാനുള്ള സാധ്യത നേരത്തെ തന്നെ തീർന്നു കാണാം. അതുകൊണ്ട് ഉടമ്പടിയിലുള്ള ഒരു വെല്ലുവിളി എന്താണ്? ദൈവത്തിൻ്റെ സ്നേഹം അക്സെപ്റ്റ് ചെയ്തുകൊണ്ട് ആ സ്നേഹത്തിൻ്റെ സാധ്യതയിൽ നിലനിന്ന് നീ ജീവിക്കുക എന്നുള്ളതാണ്. ശ്രുതികട്ടെ. ഹല്ലേലൂയ. നിങ്ങൾ എൻ്റെ സ്നേഹത്തിൽ നിലനിൽക്കും. ശ്രുതികട്ടെ. ഹല്ലേലൂയ. എൻ്റെ പേര് ജിഷ.
ഞാൻ തൃശ്ശൂരിൽ നിന്നാണ് വരുന്നത്. എൻ്റെ നാത്തൂൻ വഴിയായിട്ടാണ് ഞാനിവിടെ കൃപാസനത്തിൽ വരാൻ ഇടയായത്. ഇതിനു മുൻപ് ഞാൻ പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തി തന്നെയാണ്. പക്ഷേ 2018-19 തൊട്ടാണ് കൃപാസനത്തെ പറ്റി അറിയാൻ സാധിച്ചത്. അന്ന് തൊട്ട് കൃപാസനത്തിൽ വരണമെന്ന് എനിക്ക് വളരെയധികം ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ എനിക്ക് ഒരു പ്രാവശ്യം വന്നു പോകാനായിട്ട് 2020 സാധിച്ചു. അന്ന് എനിക്ക് ഉടമ്പടി എടുക്കാൻ പറ്റിയില്ല. 2022 ഡിസംബർ 11 വന്നിട്ടാണ് ഞാൻ ഉടമ്പടി എടുത്തത്. ഉടമ്പടി എടുക്കാനുള്ള കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ ഒരു സ്ഥലത്ത് ഒരു ബാങ്കിൽ ജോലിക്ക് പോയായിരുന്നു. അവിടെ ആദ്യമായിട്ട് തുടങ്ങിയ ഒരു ബാങ്കായിരുന്നു. അപ്പോൾ അതിൽ ഞങ്ങൾ 2 സ്റ്റാഫുകളാണ് ഉണ്ടായിരുന്നുള്ളൂ. ആ 2 സ്റ്റാഫുകൾ വെച്ചിട്ട് ജോലി തുടങ്ങി. അത് കഴിഞ്ഞ് ഒരു 3 വർഷമായപ്പോൾ ബിസിനസ്സും കാര്യങ്ങളൊക്കെ കൂടി കഴിഞ്ഞ് പിന്നെ അതിൻ്റേതായ ഒരു പ്രശ്നങ്ങൾ പിന്നെ പൊന്തി തുടങ്ങി. പാർട്ട്നേഴ്സും സ്റ്റാഫുകളും തമ്മിൽ പ്രശ്നങ്ങൾ പൊന്തി തുടങ്ങി. അപ്പോൾ അത് കൂടുതൽ എന്നിലേക്ക് ടെൻഷൻ്റെ കാര്യത്തിൽ വന്നു തുടങ്ങി. ഞാൻ അവിടെ ഒരു ചെറിയൊരു ജോലിയാണ് ചെയ്തുകൊണ്ടിരുന്നത്. ഫോമും കാര്യങ്ങളും പൂരിപ്പിക്കൽ, ബാങ്ക് തുറക്കൽ, അടക്കൽ, അങ്ങനെയുള്ള കാര്യങ്ങളാണ് ചെയ്തിരുന്നത്. പക്ഷേ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന സ്റ്റാഫ് അവിടെ നിന്ന് ഒഴിയാന്ന് പറഞ്ഞപ്പോൾ എനിക്ക് അവിടെ പിടിച്ചു നിൽക്കാൻ പറ്റാത്തൊരു അവസ്ഥയായി. അപ്പോൾ ഞാൻ ആ സ്റ്റാഫ് പോണേക്കാളും മുന്നേ തന്നെ എനിക്ക് അവിടെ നിന്ന് പോരണമെന്ന് എൻ്റെ മനസ്സിൽ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അത് കഴിഞ്ഞ് എനിക്ക് നവംബർ ആയപ്പോൾ വീട്ടിൽ ചെറിയൊരു പ്രശ്നം ഉണ്ടായി. ആ പ്രശ്നത്തിനെ സംബന്ധിച്ച് ഞാൻ അവിടെ നിന്ന് നവംബറിൽ ജോലി വേണ്ടാന്ന് വെച്ചിട്ട് ഇറങ്ങി. അതായത് ആ സ്റ്റാഫ് പോണേക്കാളും മുന്നേ തന്നെ എനിക്ക് മാതാവ് ഒരുക്കി തന്നതാണെന്ന് ഞാൻ പറയുള്ളൂ. എന്താണെന്ന് വെച്ചാൽ ആ സ്റ്റാഫ് പോയിട്ട് എനിക്ക് അവിടെ ജോലി ചെയ്യാനായിട്ട് വളരെ ബുദ്ധിമുട്ടാണ്. ഒരു ഫൈനാൻസ് കമ്പനിയാണ്, അത് ഏറ്റെടുത്ത് ഒരാൾ നടത്താമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഒരു റിസ്ക്കാണ്. പിന്നെ എൻ്റെ കൂടെ വരുന്ന ഒരു സ്റ്റാഫ് ആരായിരിക്കും, എങ്ങനെയുള്ളൊരു വ്യക്തിയായിരിക്കും എന്നൊന്നും എനിക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ ഒരു 5 വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ളത് കൊണ്ടാണ് അവരെന്നോട് പിടിച്ചു നിൽക്കാനായിട്ട് പറഞ്ഞു തുറന്നത്. അപ്പോൾ ഞാൻ അവിടെ നിന്ന് ജോലിയിൽ നിന്ന് ഇറങ്ങി. പിന്നെ അത് എന്നെ ഉള്ളിൽ ഭയങ്കരമായിട്ട് ടെൻഷൻ അടിപ്പിച്ച് തുടങ്ങി. എന്തെങ്കിലും പ്രശ്നങ്ങളോ കാര്യങ്ങളോ അല്ലെങ്കിൽ ആരുടെയെങ്കിലും ഫോണുകളൊക്കെ വരുമ്പോൾ എൻ്റെ ഉള്ളിൽ ഏതാണ്ട് ഒരു തിരമാല കിടന്ന് അടിക്കണ മാതിരി എൻ്റെ മനസ്സിൽ എനിക്ക്. അപ്പോൾ അപ്പോഴൊക്കെ ഞാൻ കൃപാസനത്തിൽ വരണം എന്നുള്ളൊരു ചിന്ത മാത്രമാണ് എനിക്കുണ്ടായിരുന്നത്. ആ സമയത്തൊക്കെ ഞാൻ ചേച്ചിനെ വിളിച്ച് എപ്പോഴും ശല്യം ചെയ്യാമെന്ന് തന്നെ പറയാം. എനിക്ക് കൃപാസനത്തിൽ പോകണം, മാതാവിൻ്റെ അടുത്ത് പോകണം, പ്രാർത്ഥിക്കണം എന്നൊക്കെ പറഞ്ഞ് അന്ന് എനിക്ക് വരാനായിട്ട് പറ്റിയത്. അന്ന് ഞാൻ നിയോഗങ്ങൾ എല്ലാവരുടെയും മാതിരി തന്നെ 6 നിയോഗങ്ങൾ വെച്ചു. 6 നിയോഗത്തിൽ എൻ്റെ ഇപ്പോൾ 2 നിയോഗങ്ങളും നടന്നു. നിയോഗങ്ങൾ വയ്ക്കാത്ത കാര്യങ്ങളും കുറേ നടന്നിട്ടുണ്ട്. അതിൽ 2 നിയോഗം എന്ന് പറയണത്, 1 എൻ്റെ ജോലിക്കാരിയായിരുന്നു, 2 എൻ്റെ മകൻ്റെ ജോലിക്കാരിയായിരുന്നു. എൻ്റെ ജോലിക്കാരി എന്ന് പറഞ്ഞാൽ ഞാൻ അന്ന് ഡിസംബറിൽ വന്ന് പുതുക്കി പോയതിന് ശേഷം ചെറിയൊരു ജോലി, അതായത് ആ ഫീൽഡ് വേണ്ടാന്ന് വിചാരിച്ച് ഞാൻ വേറെ പല ജോലികളും ഞാൻ അന്വേഷിച്ചു. സാലറി കുറവായാലും എനിക്ക് കുഴപ്പമില്ല, പോയോർന്നോടത്ത് അധികം സാലറി ഉണ്ടായിരുന്നു എന്നല്ലാതെ ഞാൻ പറയണത്. പക്ഷേ എനിക്ക് ടെൻഷൻ പാടില്ല എന്നുള്ളൊരു ഇതിൽ ഞാൻ പറഞ്ഞു ഞാൻ വേറെ ജോലികളാണ് അന്വേഷിച്ചിരുന്നത്. എന്നിട്ട് ഒരു സാധാ ഒരു കടയിൽ ഞാൻ കയറി. പക്ഷെ അവിടെ കയറിയെങ്കിലും അവിടെ ഞായറാഴ്ച ജോലി ചെയ്യേണ്ടതായി വന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ ജോലിക്ക് ഞായറാഴ്ച വരില്ല. അപ്പോൾ അവിടുത്തെ സ്റ്റാഫുകൾക്കാണ് ബുദ്ധിമുട്ടുണ്ടായിരുന്നത്, ഓണേഴ്സിന് കുഴപ്പമില്ല ഞാൻ പറഞ്ഞു കയറിയത് കാരണം. അപ്പോൾ സ്റ്റാഫുകൾ തമ്മിൽ പ്രശ്നം ഉണ്ടാവണ്ടെന്ന് വിചാരിച്ചിട്ട് 2 മാസത്തിനധികം ഞാൻ പോയില്ല. ആ ജോലി ഞാൻ നിർത്തി. അതിനുശേഷം ഞാനിവിടെ മാർച്ചിൽ വന്നിട്ട് ഉടമ്പടി പുതുക്കി. അന്ന് പുതുക്കി പോയതിന് ശേഷം എന്നെ വേറൊരു സ്ഥലത്തേക്ക്, അതായത് ഫൈനാൻസുകാർ തന്നെയാണ് എന്നെ വന്ന് വിളിച്ചത്. ഞാൻ ചെയ്ത ബാങ്കിൻ്റെ ജോലി ഇതായിട്ടുള്ള ഒരു മേഖലയിലേക്കാണ് അവർ വന്ന് വിളിച്ചത്. അപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു എനിക്ക് ഇതിൽ താല്പര്യമില്ല, എനിക്ക് ടെൻഷനും കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ട്. പക്ഷെ അവർ ഇത്രേ പറഞ്ഞോളൂ എന്നോട്, അതായത് ചേച്ചി ഒരു 5 വർഷം 5.5 വർഷം ചേച്ചി ഒരു സ്ഥലത്ത് ജോലി ചെയ്തിരുന്നതല്ലേ, ഞങ്ങൾ ചെയ്യുന്ന ജോലി അത്ര വലിയ കൂടുതലുള്ള കാര്യങ്ങളോ അല്ലെങ്കിൽ ടെൻഷനോ കാര്യങ്ങളോ ഒന്നും ചേച്ചിക്ക് തരില്ല. ചേച്ചിക്ക് അറിയാവുന്ന കാര്യങ്ങൾ അവിടെ ചേച്ചി ചെയ്താൽ മതി, ബാക്കി എല്ലാ കാര്യത്തിനും ഞങ്ങൾ സപ്പോർട്ട് ഉണ്ടാകുമെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്കിവിടെ നിന്ന് ഉടമ്പടി എടുത്തു പോയതിന് ശേഷം എന്ത് കാര്യത്തിനും ഒരു ധൈര്യമുണ്ട്. മാതാവിനെ എപ്പോഴും ഞാൻ കൂടെ കൈപിടിക്കും. ഇവർ വന്ന് എന്നെ വീട്ടിൽ വന്ന് വിളിച്ചപ്പോഴും ഞാൻ മാതാവിൻ്റെ രൂപം കൈ പിടിച്ചിട്ട് തന്നെയാണ്, കാശ് രൂപം, ഉടമ്പടി കാശ് രൂപം കയ്യിൽ പിടിച്ചിട്ടാണ് അവരോടൊക്കെ ഞാൻ സംസാരിച്ചത്. ഒഴിയാണെങ്കിൽ അത് മാതാവിന് ഇഷ്ടമല്ലെങ്കിൽ അത് ഒഴിഞ്ഞ് പൊക്കോട്ടെ, സാധാരണ ഒരു ജോലി അത് മാത്രമാണ് ഞാൻ വിചാരിച്ചോളൂ. പക്ഷേ അവർ എനിക്ക് ആ ജോലി തന്നെ മാർച്ചിൽ വന്ന് 10 ദിവസത്തിനുള്ളിൽ ഉടമ്പടി എടുത്തതിന് ശേഷം 10 ദിവസത്തിനുള്ളിൽ അവരെന്നെ വന്ന് വിളിച്ചു. ഏപ്രിൽ 4-ാം തീയതി തൊട്ട് ഞാൻ ജോലിക്ക് കയറി. മാതാവിൻ്റെ ഒരു കൃപ കൊണ്ട് മാത്രമാണ്. എനിക്ക് വലിയ വിദ്യാഭ്യാസമോ കാര്യമോ ഒന്നുമില്ല. ഞാൻ പ്രീ ഡിഗ്രി വരെ പഠിച്ചിട്ടുള്ളൂ.
ആ ഒരു വിദ്യാഭ്യാസ യോഗ്യത എനിക്കുള്ളൂ. അതേമാതിരി 5 വർഷം ജോലി ചെയ്തിട്ടുണ്ടെങ്കിലും ഫോമോ കാര്യങ്ങളോ, പിന്നെ ആ സ്റ്റാഫ്, എൻ്റെ കൂടെ ഉണ്ടായിരുന്ന സ്റ്റാഫ് ചെയ്തിരുന്ന ജോലി ആൾക്ക് മറ്റൊരാൾക്ക് പറഞ്ഞു കൊടുക്കാനൊന്നും ഒരു വിഷമമോ ബുദ്ധിമുട്ടോ ഒന്നും ഉണ്ടായിരുന്നില്ല. അത് കാരണം ആളെന്നെ എല്ലാ കാര്യങ്ങളും എനിക്ക് പറഞ്ഞു തരുമായിരുന്നു. അതുകൊണ്ട് എനിക്ക് അവിടെ ഇരുന്നുകൊണ്ട് ഒരു 3 മാസം ലീവ് എടുത്തപ്പോൾ ഞാനത് തന്നേക്ക് വേറെ പാർട്ട്നേഴ്സ് വന്നിരുന്നാലും തന്നെ ഇരുന്ന് ചെയ്തത് കൊണ്ടാണ് അവരെന്നെ അവിടെ നിൽക്കാനായിട്ട് പറഞ്ഞത്. പക്ഷേ എനിക്കത് പറ്റില്ല. എനിക്ക് ഭയങ്കര പ്രഷറും ടെൻഷനും ഒക്കെ വരുന്നത് കൊണ്ട് എനിക്ക് ഒരു സ്വസ്ഥത കിട്ടുന്നുണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ അവിടെ നിന്ന് ഒഴിഞ്ഞത്. അപ്പം മാതാവാണ് എന്നെ ആ ബാങ്കിൽ ഇപ്പോൾ പിടിച്ചിരുത്തിയാണത്. എല്ലാം ധൈര്യത്തോടു കൂടി ചെയ്യാൻ വേണ്ടിയിട്ട് മാതാവ് എന്നെ നന്നായി കൈപ്പിടിച്ച് ഉയർത്തിയതാണെന്ന് എനിക്കറിയാം. എൻ്റെ യോഗ്യത കൊണ്ടോ കഴിവ് കൊണ്ടോ ഒന്നല്ല എനിക്ക് അവിടെ ജോലി കിട്ടിയത്. അതുപോലെ തന്നെ എൻ്റെ മകൻ ITA പഠിച്ചിട്ടുള്ളൊരു മകനാണ്. അവൻ 2018-19 ITA പഠിച്ചത്. പക്ഷെ അവന് അതിൻ്റേതായ ഒരു ജോലി അവന് കിട്ടിയില്ല. ഒരു വർഷത്തോളം അവൻ ട്രെയിനിങ്ങിന് പോയി. ആ ട്രെയിനിങ് എക്സ്പീരിയൻസിൻ്റെ സർട്ടിഫിക്കറ്റൊക്കെ കയ്യിലുണ്ടെങ്കിലും നമ്മൾ വേറൊരു സ്ഥലത്ത് പോയി ചോദിക്കുമ്പോൾ അവന് ജോലിയോ കാര്യങ്ങളോ ഒന്നും അവർ സാലറി ഒട്ടും കൊടുക്കില്ല. അതേമാതിരി ഭക്ഷണമോ ഒരു ബസ് ഫെയറോ അങ്ങനെ എന്തെങ്കിലും മാത്രമേ കൊടുക്കുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ അവൻ വേറെ ജോലിക്ക് 2 വർഷത്തോളം അവൻ വേറെ ജോലിക്ക് പോയി. അവൻ ഫെബ്രുവരിയിൽ ജോലി അത് നിർത്തി. ഇനി ഞാൻ ആ ജോലിക്ക് പോകണില്ല, അതിൽ നിന്ന് കഴിഞ്ഞാൽ എനിക്ക് കാര്യമില്ല, മെച്ചമില്ല, അപ്പോൾ എനിക്ക് വേറെ എന്തെങ്കിലും കിട്ടിയാൽ മാത്രമേ ഞാൻ ഇനി പോകണുള്ളൂ എന്ന് പറഞ്ഞിട്ട് അവൻ ഫെബ്രുവരിയിൽ വീട്ടിലിരുന്നു. അപ്പോൾ ആ മാസം തന്നെ, അതേമാതിരി ഉടമ്പടി പുതുക്കി ആ മാസം തന്നെയാണ് മകനെയും ITA ഒരു സർട്ടിഫിക്കറ്റ് വെച്ചിട്ട് ഒരു ഏജൻസി വിളിക്കുകയും അവന് മാർച്ച് 27 തന്നെ അവൻ ജോലിക്ക് കയറി. ഇപ്പോൾ അവൻ കയറിയിട്ടും 6 മാസമായി, ഞാൻ കയറിയിട്ടും അതേമാതിരി തന്നെ 6 മാസത്തോളമായി. അങ്ങനെ 2 പേർക്കും മാതാവിൻ്റെ അനുഗ്രഹം കൊണ്ടാണ് ഞങ്ങൾക്ക് ജോലി കിട്ടിയത്. അതുപോലെ പല രോഗസൗഖ്യങ്ങളും ഞങ്ങൾക്ക് മറ്റുള്ളവർക്ക് ഒക്കെ കിട്ടിയിട്ടുണ്ട്. ഉടമ്പടി തൈലും കാശ് രൂപം വെച്ച് പ്രാർത്ഥിക്കലും തേൻ കൊടുത്തിട്ടും ഒക്കെ ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. അതിലൊരു അനുഗ്രഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ ഉടമ്പടി പുതുക്കി ഇവിടെ നിന്ന് പോകുമ്പോൾ മാതാവിൻ്റെ അടുത്ത് എനിക്ക് വലിയ വലിയ കാര്യങ്ങളൊന്നും നടന്ന് കിട്ടിയിട്ടില്ല. പക്ഷേ ഒരു കാര്യം എനിക്ക് ഉടമ്പടി എടുത്ത് പോയതിന് ശേഷം ഉണ്ടായി. അതായത് ഭർത്താവിൻ്റെ കാലിന് മുട്ടിന് താഴെ ഭയങ്കര ചൊറിച്ചിലും അലർജിയും ഒക്കെ. അതായത് കുളി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആൾക്ക് ഭയങ്കര അലർജിയുടെ മാതിരി ചൊറിച്ചിലാണ്. പിന്നെ ഉറങ്ങാൻ പറ്റില്ല, നേരം വെളുക്കണ വരെയും ഉറങ്ങി അങ്ങനെ പറയാൻ പറ്റുള്ളൂ. പക്ഷേ ആ ഉടമ്പടി തൈലം ഞാൻ സന്ധ്യാപ്രാർത്ഥന കഴിഞ്ഞിട്ട് എല്ലാവരും ഞങ്ങൾ 4 പേരും കുരിശ് വരച്ച് ഉടമ്പടി തൈലം പൂശി അങ്ങനെയാണ് ഞങ്ങൾ കിടക്കുക. അപ്പോൾ അതോടൊപ്പം തന്നെ ആളുടെ കാലിൻ്റെ താഴെയും ഞാനത് കുരിശ് വരച്ച് പുരട്ടി കൊടുക്കായിരുന്നു. അപ്പോൾ അതിന് ശേഷം ആൾക്ക് നല്ല ഉറക്കമാണ്. അതായത് നേരം വെളുത്തതിന് ശേഷം ഒരു പുലർച്ചെ ഒരു 4 മണി 4:30 വരെയെങ്കിലും ആൾ ഒരു 10:10-10:15 കൂടി കിടന്നു കഴിഞ്ഞാൽ നല്ല ഉറക്കം കിട്ടും. ആ ഒരു സൗഖ്യം എൻ്റെ ഭർത്താവിന് ലഭിച്ചിട്ടുണ്ട്. ആൾക്ക് 10-20 വർഷത്തിന് മേലെ ആയിട്ടുണ്ട് ആ അലർജി, അതിൻ്റെ അസുഖം തുടങ്ങിയിട്ട്. അതുപോലെ ഞാൻ ഉടമ്പടി എടുത്ത് പോയ അന്ന് തന്നെ എൻ്റെ നാത്തൂൻ്റെ വീട് തൊട്ട് അടുത്ത് തന്നെയാണ്. ഒരു മൂത്ത നാത്തൂൻ്റെ വീട്. അവരുടെ വീട്ടിൽ ജസ്റ്റ് ഒന്ന് കയറിയതാണ് ഞാൻ. പക്ഷേ അവിടെ ഞാൻ കയറിയ സമയം മാതാവിൻ്റെ അനുഗ്രഹം കൊണ്ട്, അതായത് ഞാൻ ഇവിടുന്ന് മാതാവിനോട് പ്രാർത്ഥിച്ചിട്ടാണ് പോയത്. എനിക്ക് മാതാവിൻ്റെ സാന്നിധ്യം അറിയണം, മാതാവ് എൻ്റെ കൂടെ ഉണ്ടെന്ന് എനിക്ക് മനസ്സിലാക്കി തരണം എന്ന് ഞാൻ ഇവിടെ നിന്ന് കരഞ്ഞ് പ്രാർത്ഥിച്ചിട്ടാണ് അന്ന് ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങിയത്. അന്ന് ഞാൻ ചെന്നപ്പോൾ നാത്തൂൻ്റെ മകൻ്റെ കുട്ടിക്ക് 7 മാസം പ്രായമുള്ളൂ. അവളുടെ മൂത്ത കൊച്ചിന് പനിയായിട്ട് ഒരാഴ്ചയോളം ഹോസ്പിറ്റലിലായിരുന്നു. അപ്പോൾ അവനെ ഡിസ്ചാർജ് ചെയ്ത് വന്ന ദിവസമായതുകൊണ്ടാണ് ഞാൻ അവിടെ കയറാൻ കാരണം. അപ്പോൾ ഈ കുട്ടി ഭക്ഷണം, അതായത് അവൾക്കുള്ള ഫുഡ് കൊടുത്തിട്ട് അവർ കളിപ്പിക്കാൻ കിടത്തിയേക്കായിരുന്നു. ഞാൻ ചെന്ന് നോക്കുമ്പോൾ, ഞാൻ വിളിച്ചു കഴിഞ്ഞാൽ നോക്കണ മോള്, അല്ലെങ്കിൽ കണ്ണ് തിരിച്ചൊന്ന് ചിരിച്ച് നിൽക്കണ മോള്, ഞാൻ വിളിക്കുമ്പോൾ അവൾ നോക്കി ചിരിക്കെ ഒന്നും ചെയ്യുന്നില്ല. അപ്പം എനിക്കത് ഭയങ്കര വിഷമായി. എന്ത് മോള് ചിരിക്കാത്തതെന്ന് പറഞ്ഞ് ഞാൻ നോക്കുമ്പോൾ കർട്ടൻ പറക്കണത് നോക്കി ഒരു സൈഡിലേക്കാണ് ആ കുട്ടി കിടക്കുന്നത്. അത് കഴിഞ്ഞ് വീണ്ടും ഞാൻ ആ കുട്ടിയുടെ അമ്മോട് സംസാരിച്ച് വീണ്ടും വന്നപ്പോൾ ആ കുട്ടി നോക്കണില്ല. അപ്പോൾ എനിക്ക് ഇവിടെ എന്ത് ചിരിക്കാത്തതെന്ന് പറഞ്ഞിട്ട് ഞാൻ ആ കുട്ടീനെ എടുക്കാൻ നോക്കിയപ്പോൾ ആ കുട്ടിയുടെ ഒരു സൈഡ് ഫുള്ള് ഒരു ഭാഗത്തേക്ക് കോച്ച് പിടിച്ചേക്കാണ്. വായിൽ നിന്ന് പറയും പൊതിയൊക്കെ വന്നിട്ട്, അതായത് ഫിക്സിൻ്റെ ഒരു അസുഖമാണ് അവൾ കാണിച്ചത്. അന്ന് വരെ ആ കുട്ടിക്ക് ഒരു അസുഖം ഉണ്ടായിരുന്നില്ല. അത് ഞാൻ കണ്ട പാടെ അവൾ എടുത്തു. ബാഗടക്കാണ് ഞാൻ അവിടെ കയറിയത്. അപ്പോൾ ഉടമ്പടി തൈലം പുരട്ടി പ്രാർത്ഥിച്ചു, കാശ് രൂപം വെച്ച് വിശ്വാസ പ്രമാണം ചൊല്ലി അതേമാതിരി തേൻ വായിലേക്ക് കൊടുത്തു. അവളെയും കൊണ്ട് അപ്പം തന്നെ വണ്ടി വിളിച്ചു പോയി. അപ്പോൾ അവിടെ ചെന്നപ്പോൾ ഡോക്ടേഴ്സ് പറയുന്നത് 10 മിനിറ്റ് നേരം മാത്രമാണ് ഒരു കുട്ടിക്ക് ഫിക്സ് നിൽക്കുക. ഈ കുട്ടിക്ക് 1/2 മണിക്കൂറായിട്ടും ആ ഫിക്സിൻ്റേതായിട്ടുള്ള ഒരു ബുദ്ധിമുട്ടും അവൾക്ക് വിട്ടുപോയിട്ടില്ല.
അവിടെ നിന്ന് 2 ഹോസ്പിറ്റൽ മാറി മാറി കൊണ്ടുപോയി. ICU ഉള്ള ഹോസ്പിറ്റലിലേക്ക്, കുട്ടികളുടെ ICU ഉള്ള ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകണം. പിന്നെ ഓക്സിജൻ അപ്പോൾ തന്നെ അവൾക്ക് കൊടുത്തു തുടങ്ങി. അവൾക്ക് ശ്വാസം കിട്ടുന്നുണ്ടായിരുന്നില്ല. അതിനുശേഷം അവൾക്ക് ഈ ടെസ്റ്റ്, തലയുടെ ടെസ്റ്റ്, തണ്ടലക്കുന്ന വെള്ളം കുത്തിയിട്ടുള്ള ടെസ്റ്റ്, ഈ ഓരോ ടെസ്റ്റുകൾ എടുക്കുമ്പോഴും അതേമാതിരി ഞരമ്പ് കുത്തിയിട്ട് അവൾക്ക് എന്തിനെങ്കിലും ബ്ലഡോ എന്തെങ്കിലും എടുത്തിട്ട് ഒരു ടെസ്റ്റ് ചെയ്യാനായിട്ട് ദേഹത്തുനിന്ന് ഒരു ഞരമ്പ് പോലും ആ കുട്ടിക്ക് 2-3 ദിവസം കിടന്നിട്ടും കുട്ടിയുടെ ദേഹത്തുനിന്ന് കിട്ടിയില്ല. അത് എന്താ പറയുക, ഭയങ്കരമായിട്ട് നമുക്ക് വിഷമായി. നമ്മൾ നിന്ന് കാണാണ് ആ കുട്ടിയുടെ ദേഹത്ത് ഒരു ഞരമ്പ് പോലും ഒരു സൂചി കുത്തിയിട്ട് അവർക്ക് ബ്ലഡ് എടുക്കാനായിട്ട് സാധിക്കണില്ല. ഇതൊക്കെ കണ്ടപ്പോൾ ഡോക്ടേഴ്സിന് ഭയങ്കര പേടിയായി. തലച്ചോറിൽ എന്തെങ്കിലും കുഴപ്പങ്ങൾ ഉണ്ടാവാം, അതൊക്കെ ആയിരിക്കും ഇത്ര നേരം പിടിച്ചത്, എന്തായാലും പല ടെസ്റ്റുകൾ ചെയ്യണം എന്നൊക്കെ പറഞ്ഞു. അത്ഭുതം എന്ന് പറയട്ടെ, ഞങ്ങൾ മെഴുകുതിരിയൊക്കെ കത്തിച്ച് ഞാൻ വീട്ടിലേക്ക് ഒരു ദിവസം ഫുള്ള് ഞാൻ അവിടെ നിന്നു. ICUവിൽ ഞങ്ങളുടെ 2 ആളെയും നിർത്തി. അത്രയും ചെറിയ കൊച്ചായതുകൊണ്ട് കൊച്ചിനെ നോക്കാൻ വേണ്ടി ആ കുട്ടിയുടെ അമ്മേനെയും എന്നെയും നിർത്തി. അങ്ങനെ പിറ്റേ ദിവസം പോരുമ്പോഴാണ് ബാക്കിയുള്ള സ്കാനും അതേമാതിരി തണ്ടലക്കുന്ന വെള്ളം കുത്തിയിട്ടുള്ള ടെസ്റ്റും ഒക്കെ ഉണ്ടായിരുന്നത്. അപ്പോഴൊക്കെ ഞാൻ വീട്ടിൽ നീലത്തിരിയും പച്ചത്തിരിയും ഒക്കെ കത്തിച്ച് വെച്ച് പ്രഭാത പ്രാർത്ഥന അത് ഇടവിടാതെ ഇങ്ങനെ പ്രാർത്ഥിച്ചു ആ ടെസ്റ്റ് കഴിയുന്നത് വരെ. ടെസ്റ്റ് കഴിഞ്ഞു. പിന്നെ ഒരു ടെസ്റ്റ് അപ്പോൾ തന്നെ അറിഞ്ഞു, അതിൽ കുഴപ്പമൊന്നുമില്ല. പിന്നെ 2ാമത്തെ ടെസ്റ്റ് ഒരു 2 ദിവസം കഴിഞ്ഞിട്ടാണ് അറിഞ്ഞത്. അതിലും ആ കുട്ടിക്ക് ഒരു കുഴപ്പമില്ല. ഇന്നേ വരെ പിന്നെ ആ കുട്ടിക്ക് ഫിക്സ് എന്ന് പറയുന്ന ഒരു അസുഖം വന്നിട്ടില്ല. എന്തുകൊണ്ടാണ് അത് വന്നതെന്ന് പോലും അറിയില്ല. പക്ഷെ ഞാനിവിടെ നിന്ന് പ്രാർത്ഥിച്ച് അന്നൊന്നും എനിക്ക് ആ കുട്ടിയുടെ പേര്, എനിക്കിവിടെ സാക്ഷ്യം പറയാനായിട്ട് ഞാൻ 6ാമത്തെ മാസം വന്നപ്പോൾ ആ കുട്ടിയുടെ പേര് എത്ര ആലോചിച്ചിട്ട് എനിക്ക് ഓർമ്മ തന്നെ കിട്ടണില്ല. എനിക്കെന്നെ നാണക്കേട് തോന്നി. തൊട്ടടുത്ത് താമസിക്കുന്ന നാത്തൂൻ്റെ കുട്ടിയുടെ പേര് എനിക്ക് എന്തെങ്ങനെ ഓർമ്മ വരാത്ത. എന്നിട്ട് ഞാൻ ലാസ്റ്റ് അവളുടെ അമ്മോട് തന്നെ ചോദിച്ചു. അവൾ എന്നെ കളിയാക്കി. പക്ഷേ എനിക്ക് അപ്പോഴാണ് അമ്മയുടെ അത്ഭുതം ഏറ്റവും കൂടുതൽ മനസ്സിലായത്. ഞാനന്ന് മാതാവിൻ്റെ അടുത്ത് പ്രാർത്ഥിച്ചു പോയ മാതിരി തന്നെ മാതാവാണ് എൻ്റെ കൂടെ ഉണ്ടായിരുന്നത്. അവളുടെ പേര് എലിസബത്ത് എന്നായിരുന്നു. അപ്പോൾ മാതാവ് എലിസബത്തിനെ എങ്ങനെയാണോ സഹായിക്കാൻ പോയത് അതേമാതിരിയാണ് ഞാൻ ആ ഒരു രോഗസൗഖ്യത്തെ ഞാൻ കണക്കിലെടുക്കുന്നത്, അല്ലെങ്കിൽ കണക്കാക്കുന്നത്. എൻ്റെ കൂടെ മാതാവ് വന്നിട്ട് തന്നെയാണ് ആ ഉണ്ണിയെ രക്ഷപ്പെടുത്തിയത്. അതേമാതിരി തന്നെ എൻ്റെ മകനും കൂട്ടുകാരനും കൂടിയിട്ട് ബൈക്കുമ്മ പോകുമ്പോൾ ബൈക്കുകൾ, അതായത് എതിർവശത്തു നിന്ന് വരുന്നുണ്ടായിരുന്ന ഒരു സ്കൂട്ടി അവരുടെ മുന്നിൽ വെച്ച്, അവിടെ തിരിയാൻ പാടില്ല, ടേണിങ് ഉള്ളതല്ല, പക്ഷെ ആൾ ഇവരുടെ വണ്ടിയുടെ മുന്നിലേക്ക് ടേണിങ് ചെയ്ത് കയറി. പക്ഷേ ഇവർ ചെറിയ പിള്ളേർ, അതായത് ആൾ ഇത്തിരി പ്രായമുള്ളതും ഇവർ ചെറുപ്പക്കാരുമായതുകൊണ്ട് കൂടുതലാളും ഇവർക്കെതിരായിട്ടാണ് നിൽക്കുള്ളൂ. പക്ഷേ കുറേ കണ്ടു നിന്ന ആളുകൾ പറഞ്ഞു ആ ചേട്ടൻ ചെയ്തതാണ് തെറ്റ്, ആ ചേട്ടൻ അങ്ങനെ കടക്കാൻ പാടില്ലായിരുന്നു. ഭാഗ്യം കൊണ്ട് ആ ചേട്ടനും കാലും ഒരു ചെറിയ പരിക്കുണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഇവരുടെ വണ്ടി വന്ന് ഇടിച്ചിട്ട് ഇവർ 2 പേരും വണ്ടിയിൽ നിന്ന് തെറിച്ചു വീണു. മുന്നിലിരുന്നത് കുട്ടിയുടെ വീണിട്ട്, അതായത് ബൈക്ക് കണ്ടു കഴിഞ്ഞാൽ 2 പേരും, അല്ലെങ്കിൽ മുന്നിൽ ബൈക്ക് ഓടിപ്പിച്ചിരുന്ന കുട്ടി മരിച്ചു എന്നാ പറയുള്ളൂ. ആ കുട്ടിക്ക് ഒരു സൈഡ് പോയി ഇടിച്ച് കൈയുടെ ഷോൾഡറിൻ്റെ എല്ലൊടിഞ്ഞ് വലിയൊരു ഓപ്പറേഷൻ ചെയ്യേണ്ടി വന്നു. എൻ്റെ മകൻ വണ്ടിയുടെ ബാക്കിലിരുന്ന് പറഞ്ഞ് അവൻ ആ വണ്ടിയുമേ ഉണ്ടായിരുന്നു എന്ന് പോലും ആ പരിസരത്ത് ഉണ്ടായിരുന്ന ആളുകൾ ഇവൻ വന്ന് അരുത്തിരിക്കുമ്പോഴാണ് അറിയണത്. അതായത് ഇവൻ പറന്ന് തെറിച്ചു പോയിരുന്നു. ഇപ്പോഴും എൻ്റെ മകൻ പറയും, എനിക്കത് ആലോചിക്കുമ്പോൾ ഞാൻ എങ്ങനെയാണ് വന്നിരുന്നേന്ന്. അതായത് അവനെ കയ്യുമോ കാലുമൊക്കെ പൊട്ടലുണ്ടായിട്ടുണ്ട്. പക്ഷേ വണ്ടി ഇരിക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ 2 മക്കളും പോയിന്ന് നമ്മൾ വിചാരിക്കുള്ളൂ. അതേമാതിരിയാണ് ആ കുട്ടിയുടെ അമ്മയും ഉടമ്പടി എടുത്തിട്ടുള്ള ഒരമ്മയായിരുന്നു. അപ്പം ഞങ്ങൾ ദിവസം, അതായത് മാതാവിനോട് കാശ് രൂപം ഇട്ടിട്ടുള്ള കൊന്ത അവരുടെ കഴുത്തിലുണ്ട്. അപ്പോൾ ആ മാതാവിൻ്റെ ഒരു സംരക്ഷണം നമ്മൾ പ്രാർത്ഥിക്കുന്നത് വഴി നമ്മുടെ മക്കൾക്കും കിട്ടും. നമ്മുടെ മക്കളുടെ വിശ്വാസം കുറവായാലും നമ്മൾ കൂടുതൽ അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ അവർക്കും ആ സംരക്ഷണം കിട്ടും. ഇതേമാതിരി മറ്റു കുറേ സൗഖ്യങ്ങൾ, അതായത് രോഗികളെ സന്ദർശിച്ചിട്ട് തൈലും ഉപ്പും ഒക്കെ കൊടുത്തത് കൊണ്ട്, ഇപ്പം എൻ്റെ മേമയ്ക്ക് ഇപ്പോൾ കഴിഞ്ഞ ആഴ്ചയിലുണ്ടായതാണ്, ആൾക്കും സൗഖ്യം കിട്ടി. ആളെ ഹോസ്പിറ്റലിൽ നിന്ന് കൊണ്ടുപോകുന്നു. ആൾക്ക് പ്രഷറും ഷുഗറും തലക്കടിച്ചിട്ട് ബ്ലഡ് ക്ലോട്ടായി. അപ്പോൾ ഇപ്പോൾ മരുന്ന് കഴിച്ചിട്ട് നമുക്ക് നോക്കാം, എന്നിട്ട് പിന്നെ തീരുമാനിക്കാം എന്ന് പറഞ്ഞ് മൂക്കിക്കോടെയാണ് ആൾക്ക് ട്യൂബ് ഇട്ടിട്ട് ഭക്ഷണം കൊടുക്കുന്നത്. പക്ഷേ ഇപ്പോൾ നല്ല വ്യത്യാസമായി. ആൾക്ക് ഇപ്പോൾ ട്യൂബ് ഊരണം, വായക്കൂടെ ഭക്ഷണം കഴിക്കണം എന്നാണ് പറഞ്ഞ് നിൽക്കുന്നത്. ആൾ സംസാരിക്കാനൊന്നും പറ്റുന്നുണ്ടായിരുന്നില്ല. ഒരു ഭാഗം അങ്ങനെ ഒരു തളർന്ന മട്ടുമാരിയായിരുന്നു. പക്ഷേ ഇപ്പോൾ അതിൽ നിന്നൊക്കെ സൗഖ്യം കിട്ടി. അതേമാതിരി നാത്തൂൻ്റെ ഭർത്താവിന് ക്യാൻസർ രോഗിയാണ്. ആൾക്ക് പെട്ടെന്ന് പനി പിടിച്ചിട്ട് ഓക്സിജൻ്റെ അളവ് കുറഞ്ഞു. അങ്ങനെ കൊണ്ടുപോയി. അപ്പോൾ അതിൽ ആൾക്കും കാശ് രൂപം വെച്ച് പ്രാർത്ഥിച്ച്, ആൾക്ക് ഡേറ്റ് ഇട്ട് പ്രാർത്ഥിച്ച് അതിലും ആൾക്ക് സൗഖ്യം കിട്ടി. ആളും വീട്ടിൽ ഇപ്പോൾ മരുന്നൊക്കെ കഴിച്ച് സുഖമായിരിക്കണം. അങ്ങനെ അനേകം അനുഗ്രഹങ്ങൾ അമ്മ മാതാവ് വഴി
നമ്മുടെ ഇവിടെയൊക്കെ കിട്ടിയിട്ടുള്ള തൈലും ഉടമ്പടി വസ്തുക്കൾ തേനും ഒക്കെ ഉപയോഗിച്ചതിൻ്റെ ഫലമായിട്ട് പല രോഗസൗഖ്യങ്ങളും കിട്ടിയിട്ടുണ്ട്. ഈ എല്ലാ അനുഗ്രഹങ്ങൾക്കും മാതാവിനും തിരുകുമാരനും കോടാനുകോടി നന്ദി പറയുന്നു. ആമേൻ.